പാടയിട്ട് ഉയർന്നുയരുന്ന ദൂരെ സന്ദേശം ദൈവം നമുക്ക് ശക്തി നൽകുന്നു. ദൈവം തന്റെ ജനത്തിനോട് ശക്തിയും ബലവും കൊടുക്കുന്നു. സങ്കീർത്തനം 68:35. ദൈവം തന്റെ ജനത്തിന് 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 ശക്തി ബലം നൽകുന്നു. സങ്കീർത്തനം 68:35. ദൈവം ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. സങ്കീർത്തനം 68:35. ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. സങ്കീർത്തനം 68:35. യേശു ക്രിസ്തു യുദ്ധു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതരാ, വിഷപ്പല്ലു തകർന്നതായരാ, ഇനി തെല്ലും ഭയമെന്നി മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വന്നീലല്ലൻ നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വെണ്ണീലാമേതിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ശവസ്കൂളിലെ അവസാനമായി മിസ്സസ് ന്യൂൾ ആയി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇതുപോലെ അവസരം കിട്ടാതെ എത്ര പേർ ഈ ലോകത്തിൽ നിന്ന് മാറിയിരിക്കുന്നു കർത്താവേ. നീ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ദേശത്തെയും സഭയെയും കർത്താവെ നീ കാത്തു സൂക്ഷിച്ച കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു നാഥ. കർത്താവെ, ശബസ്കൂൾ പഠിപ്പിച്ച ഓരോ അധ്യാപകരെയും നിന്റെ കരങ്ങൾ തരുന്നു കർത്താവെ. അത് കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ കർത്താവെ, ദൈവത്തിന്റെ വിധത്തിൽ പഠിപ്പിക്കാൻ അവരേവരെയും നീ സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നാഥ. കർത്താവെ, ഇതെല്ലാം കർത്താവെ കൊരിന്ത്യ സഭയിൽ സംഭവിച്ചതാണെങ്കിലും കർത്താവെ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിലും നടക്കുന്ന കാര്യങ്ങളാണല്ലോ കർത്താവെ. ദൈവമേ, പൗലോസ് എങ്ങനെ ചിന്തിച്ചു അതുപോലെ ഞങ്ങളും ചിന്തിച്ച് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ പ്രവർത്തികളെയും കർത്താവെ, കൊരിന്ത്യ സഭയെ പോലെ ആവാതെ കർത്താവെ, ഒരു പുനരുദ്ധാനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ കർത്താവെ അന്ത്യത്തോളം ആയിരിക്കാൻ നീ ഏവരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഏവരിലും നൽകി
അതെല്ലാ കർത്താവെ അഭിപ്രായങ്ങൾ ഏകീകരിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് അറിവ് നീ ഞങ്ങൾ പകർന്നു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾ സഭസ്കൂൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഏവരിലും കർത്താവെ ഉണ്ടാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ അജ്ഞരാണ് നാഥ. കർത്താവെ ഞങ്ങളുടെ കർത്താവെ ദൈവവചനങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അറിവ് കർത്താവെ നീ ഞങ്ങൾക്ക് കൂടുതലായി കർത്താവെ ഞങ്ങളുടെ അതെല്ലാം പഠിപ്പിക്കുന്നത് നല്ല രീതിയിൽ കർത്താവെ ഞങ്ങളുടെ അറിവിനൊത്ത് മനസ്സിലാക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പിന്നെ അഭിപ്രായം ഞങ്ങളുടെ സഭയിൽ ഉണ്ടായിരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ എല്ലാവരും നീ കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ഞങ്ങളുടെ ജീവനെ നീ കർത്താവ് നീ അങ്ങ് പ്രാണനെ നീ കർത്താവ് അങ്ങ് ഏൽപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങൾ ധൈര്യമുള്ളവരായി കർത്താവെ നാളെക്കുറിച്ച് പ്രശംസിക്കുന്നവരായി തീരുവാൻ നീ ഏവരെ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവെ സഭസ്കൂളിൽ ആയിരുന്ന എല്ലാവരെയും കരങ്ങൾ തരുന്നാഥ. വരും ദിവസങ്ങളിൽ എല്ലാവരെയും കൂട്ടുവരുത്തുമാറാകണേ. കർത്താവ് ഞങ്ങളുടെ സഭസ്കൂളിൽ കാണിക്കർപ്പിച്ച ഏവരെയും നിന്റെ കരങ്ങൾ തരുന്നാഥ. കൂടുതലായി അർപ്പിക്കുവാനുള്ള കർത്താവെ കൂടുതലായി അർപ്പിക്കാനുള്ള കഴിവ് ഏവർക്കും കൊടുക്കുമാറാകണമേ. കർത്താവ് ഒന്നുമില്ലായ്മയിൽ ഞങ്ങൾ അർപ്പിക്കുന്നത് കർത്താവ് നിന്റെ കരങ്ങളിലായിരിക്കും. സഭയിൽ കരുതുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ നീ അങ്ങ് പരിപോഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. കർത്താവെ ഒന്നുമില്ലായ്മയിൽ ഞങ്ങൾ നൽകുന്നത് നീ അങ്ങ് കണക്കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. നിന്റെ കർത്താവ് ദാനം കൊണ്ട് നീ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥനെ. സഭയിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഭൂമിയോളം കർത്താവെ ദൈവമഹത്വത്തിലായി എല്ലാവരും ആയിരിക്കാൻ സഹായിക്കുമാറാകണമേ. പൈശാചിക ബന്ധത്തിൽ ഞങ്ങളായി പോകാതെ കർത്താവെ നിന്റെ വരവിനായി ജീവിക്കാൻ നീ ഏവരെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ നടക്കാൻ പോകുന്ന ആരാധന നിന്റെ കരങ്ങൾ തരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടെ ഇരിക്കുമാറാകണമേ. എല്ലാവിധമായ മാനവും മഹത്വം കൊണ്ട് നിറച്ച് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ നല്ല ദൈവമേ. ആമേൻ. പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാൻ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ചെങ്കടലാ തിരച്ചാലെതിരായി പിന്തവൻ വൈരി പിന്തമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുള എതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ.
വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ട സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോൽ എന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നീടിലും. സാരേപാതൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും നന്മ ദൈവത്തെ സ്തുതിപ്പിൻ. സൃഷ്ടി സർവമേ സ്തുതിപ്പിൻ. സ്വർഗ സംഘമേ താതൻ സുതൻ ശുദ്ധാത്മനേ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും നല്ലവനും വലിയവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു വിശുദ്ധ ശബദിന്റെ പകൽക്കാലം വിവിധയിടങ്ങളിലായിരുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആലയത്തിൽ കൂട്ടിവരുത്തിയിരിക്കുന്ന വൻ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ തക്കവണ്ണം പ്രായഭേദമന്യേ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരായി കടന്നുവരിക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണം. രോഗികളായി, ബലഹീനരായി, ഭവനങ്ങളിലോ ആശുപത്രികളിലോ ആലയത്തിനുള്ളിലോ ആയിരിക്കുന്നതായ എല്ലാവരിലും അങ്ങയുടെ ആണിപ്പഴുള്ള കരത്താൽ തൊട്ട് നീ പരിപൂർണ്ണ സൗഖ്യവും സമാധാനം നൽകുന്ന നിമിഷങ്ങളാകട്ടെ കർത്താവ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ അടിയങ്ങൾ കർത്താവ് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പ്രബോധനം കൈക്കൊള്ളുമ്പോൾ ഒക്കെയും അങ്ങയുടെ കൃപാസാന്നിധ്യം ദൈവ പരിശുദ്ധാത്മനാൽ നിറച്ച് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സകലതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു വിശുദ്ധ ശബദ കൂടി നമുക്ക് കിട്ടിയ ദൈവത്തെ സ്തുതിക്കാം. പരസ്പരം ഒന്ന് കരങ്ങളൊന്ന് പിടിച്ചേ. എല്ലാവരും ഇരുന്ന് പരസ്പരം ഒന്ന് കരങ്ങൾ പിടിച്ചേ. എല്ലാവരും ഒന്ന് പിടിച്ചേ. ഒന്ന് താല്പര്യമുള്ള ആരാധനയ്ക്ക് താല്പര്യമുള്ളവരെല്ലാം ഒന്ന് കരങ്ങളൊന്ന് പിടിച്ചേ. ഒന്ന് ഷാക്കൻ്റെ കൊടുത്തേ. അതിന് ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വിശുദ്ധ ആരാധനയ്ക്കായി നാം വൈകിയാണെങ്കിലും പങ്കെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മെ ഒരു അനുഗ്രഹിക്കട്ടെ. ഇന്ന് വളരെ സന്തോഷം, നമ്മുടെ സഭാ പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ആരാധനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ദേവസ്യ ബ്രദർ, പിന്നെ സഭയിലായിരിക്കുന്നവർ. കാരണം ഇത് സന്തോഷം എന്ന് പറയാൻ കാര്യം, നമ്മുടെ ഷംദാദ് വൈഫും വളരെ നാൾക്ക് ശേഷം ചില സാഹചര്യങ്ങളിലായിരുന്നു, അവരിപ്പം നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ അതിലുപരി നമ്മുടെ അനിൽ ബ്രദർ പരിചയപ്പെടുത്തും നമ്മുടെ ഈ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ ഒരു ഉണർവിനെ കുറിച്ചാണ് ഞാൻ ഒരു മിനിറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് ആഫ്രിക്കൻ രാജ്യത്തു നിന്നും ഒരു സഹോദരി, ഈ എളിയ സഭ എന്ന് പറയും, ഇവിടെ ഇടയ്ക്ക് പറയും കൊച്ചു സഭ എന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും അത് കൊച്ചു സഭയായിട്ട് ഞാൻ പറയുന്നില്ല. വലിയ സഭ തന്നെയാണ്, ദൈവത്തിൻ്റെ സഭ വലിയ സഭ തന്നെയാണ്. ഈ നമ്മുടെ ഈ കൊച്ചു സഭയിലേക്ക് എന്നല്ല ഞാൻ പറയുന്നത്, വലിയ സഭയിലേക്ക് കടലുകൾ താണ്ടി എത്ര ശബദിന് നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ഒരു ശബദിന് നമ്മുടെ പൊള്ളയിൽ ആ പ്രിയ ജ്യോതി സഹോദരിയെ ഞാൻ അഭിഷേകം ചെയ്യുന്നു, നന്ദി പറയുന്നു, അവരെ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം അനിൽ ബ്രദർ പറയും. അവരോടൊപ്പമാണ് വന്നത്, അവരുടെ പല ദൗത്യങ്ങൾ അവർക്കുണ്ട്. അതിനെക്കുറിച്ച് ചില ഒരു 1-2 മിനിറ്റ് സമയമെടുത്ത് അദ്ദേഹം കാര്യങ്ങൾ പറയുമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും നമുക്ക് പങ്കാളിത്തം വഹിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒപ്പം നമ്മുടെ ഇന്നത്തെ ഭവനാരാധന നമ്മുടെ നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയുടെ തുടർച്ചയായിട്ട് സഭ എണീറ്റ് നിന്ന് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 644 in English 171 same book. He leadeth me. The song number. He leadeth me.
കൈയാൽ നടത്തുന്ന കർത്താവിൻ കൈ പിടിക്കും ഞാൻ പശ്ചാത്താപപ്പെടാപിന്നീ എല്ലാം ശത്രുപ്രതികേടും ദൈവം താൻ നടത്തുന്ന തൻ കൈയാൽ നടത്തുന്ന കൺകെല്ലാമിയായിടും ഞാൻ തൻ കൈയാൽ നടത്തുന്ന യോഗീനെ വേദാതീർത്തും നിൻകൃപയാൽ ജയം നേടി മൃത്യുകരം പേടിക്കാൻ ഞാൻ ലോകാനിലം നടത്തുന്ന തൻ കൈയാൽ നടത്തുന്ന കൺകെല്ലാമിയായിടും ഞാൻ തൻ കൈയാൽ അപ്രകാരം നിൽക്കുമ്പോൾ വേദപുസ്തകത്തിൽ നിന്നും 90-ാം പുസ്തകം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. സാംസ് 90:1-12. സങ്കീർത്തനങ്ങൾ 90-ാം പുസ്തകം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അങ്ങ് മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം യഹോവയുടെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. അങ്ങ് അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ അങ്ങയുടെ കോപത്താൽ ക്ഷയിച്ചും അങ്ങയുടെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും ബന്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെ ഒക്കെയും അങ്ങ് ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പോടെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അങ്ങയുടെ കോപം തീരുകയും ഞങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങയുടെ കോപത്തിന്റെ ശക്തിയും അങ്ങയുടെ ഭയപ്പെടാവത്തക്കവണ്ണം അങ്ങയുടെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ ആർ? ചേർന്ന് വായിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ളവരുടെ ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. വായിച്ചു കേട്ട വചനത്താൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഏവർക്കും മുട്ടുവണക്കി സഹോദരി ജയമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം കരുതി പരിപാലിച്ച നാഥ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ഞങ്ങളെ പരിപാലിച്ചല്ലോ അപ്പാ. വീണ്ടും ഒരു ദിവസം കൂടെ ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം, സർവശക്തനായ ദൈവം, ഞങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. കർത്താവെ, കടന്നു വരുവാൻ കഴിയാതെ അനേകർ പല ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നു നാഥ. അവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ അത്ഭുതമുള്ള സൗഖ്യം അവരെ വിടുവിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അടുത്ത് വരുന്ന ഒരാഴ്ച വട്ടം കൊണ്ട് ഞങ്ങൾക്ക് കർത്താവെ, അടുത്ത വിശുദ്ധ ശബദം ഞങ്ങൾക്ക് അവരെ എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വലിയവരേക്കായി പ്രാർത്ഥിക്കുന്ന നാഥ.
കർത്താവെ അങ്ങയുടെ അത്ഭുതമുള്ള കരം തൊട്ട് അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഇന്ന് ഇവിടെ എന്തിനാണ് കടന്നു വന്നു, ആ ഉദ്ദേശം എന്താണെന്ന് കർത്താവിനറിയാം. എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ ദൈവമേ, കേൾക്കാൻ പോകുന്ന തിരുവചനത്തിനായി പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന മന്ന ഇന്ന് കർത്തദാസനിൽ കൂടെ ഞങ്ങൾക്ക് കേൾപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഇവിടെ നടക്കുന്നതും ഇനി നടക്കാനും പോകുന്നതുമായ എല്ലാ കാര്യാദികളിലും അങ്ങയുടെ അത്ഭുതമുള്ള കരം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും ഇനി ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം നല്ല ദൈവമേ. കൊയർ ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്ന സമയം നമ്മുടെ ദശാംശം, കാണിക്കകൾ, നേർച്ചകൾ ഇവയൊക്കെയും സ്വീകരിക്കേണ്ട സമയമാകുന്നു. കരുതുന്നവൻ കാക്കുന്നവൻ എന്റെ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിൻ പരിപാലകൻ. മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിൻ പരിപാലകൻ. എന്നെ കരുതുന്നവൻ കാക്കുന്നവൻ എന്റെ യേശുരാജനവൻ. അവൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിൻ പരിപാലകൻ. അവൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിൻ പരിപാലകൻ. ഒരു സംഗീതമായൊരു കോട്ടയും പരിപാലിക്കും കർത്തനവൻ. ഒരു സംഗീതമായൊരു കോട്ടയും പരിപാലിക്കും കർത്തനവൻ. എന്നെ കരുതുന്നവൻ കാക്കുന്നവൻ എന്റെ യേശുരാജനവൻ. അവൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിൻ പരിപാലകൻ. അവൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിൻ പരിപാലകൻ. ഒരു സൈന്യമൻ മുൻപിലായി യുദ്ധം ചെയ്യുവാൻ നിരന്നിടുമ്പോൾ. ഒരു സൈന്യമൻ മുൻപിലായി യുദ്ധം ചെയ്യുവാൻ നിരന്നിടുമ്പോൾ. ഇടവലവും ദൂതന്മാരാൽ കാവൽ ചെയ്തവൻ സംരക്ഷിക്കും. ഇടവലവും ദൂതന്മാരാൽ കാവൽ ചെയ്തവൻ സംരക്ഷിക്കും. എന്നെ കരുതുന്നവൻ കാക്കുന്നവൻ എന്റെ യേശുരാജനവൻ. നാഥൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിൻ
ഇസ്രായേലിൻ പരിപാലകൻ. നാഥൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. മധുരമായി തീർക്കും അവൻ, മന്നയും നൽകി പോഷിപ്പിക്കും. മധുരമായി തീർക്കും അവൻ, മന്നയും നൽകി പോഷിപ്പിക്കും. മരുഭൂമിയിൽ അത്ഭുതമായി മറുകരയോളം നടത്തും അവൻ. മരുഭൂമിയിൽ അത്ഭുതമായി മറുകരയോളം നടത്തും അവൻ. എന്നെ കരുതുന്നവൻ, കാക്കുന്നവൻ, എന്റെ യേശുരാജനവൻ. നാഥൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നാഥൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. എന്നെ കരുതുന്നവൻ, കാക്കുന്നവൻ, എന്റെ യേശുരാജനവൻ. നാഥൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നാഥൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. ഇവിടെ ലഭ്യമായിരിക്കുന്നതായ സ്തോത്രകാശ, കാണിക്ക, ദശാംശം ഇവയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് കണ്ണുടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠമാക്കി വെച്ചിരിക്കുന്ന സർവശക്തനായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഈ ശബ്ദത്തിന്റെ കർത്താവെ മധ്യാഹ്നത്തിൽ ഞങ്ങൾ കർത്താവെ ഇതുവരെയും അങ്ങേ പാടി സ്തുതിച്ചുകൊണ്ടും തിരുവചനങ്ങളെ പഠിച്ചും പ്രാർത്ഥിച്ചും ദൈവമേ ആരാധിച്ചുകൊണ്ടുമായിരുന്നുവല്ലോ. ഇനിയും കർത്താവെ അപ്രകാരം അങ്ങയുടെ സന്നിധിയിൽ ഒരു അല്പസമയം കൂടെ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങ് തന്നതായ ജീവശ്വാസം, അങ്ങ് തന്നതായ ശരീരസുഖബലം എന്നിവ കൊണ്ട് ചെയ്ത് ഉപജീവന മാർഗത്തിൽ നിന്നും കർത്താവെ അവർ ദൈവനാമ മഹത്വത്തിനായി സ്തോത്രക്കാഴ്ചയായും കാണിക്കയായും ദശാംശമായും നേർച്ചകളായും ദൈവമേ കരം നീട്ടിയിരിക്കുന്നുവല്ലോ. നീട്ടിയ ഓരോ കരങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു പകൽക്കാലമായിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. ദൈവമേ, ഇതിൽ കർത്താവെ പങ്കാളിത്തം വഹിപ്പാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ വരും ശബ്ദങ്ങളിൽ അവർ കർത്താവെ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നവരും ചെയ്യുന്നവരാകുവാൻ അവരുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കൃപാസാന്നിധ്യം ഞങ്ങളിൽ എല്ലാവരിലും ചൊരിയണം. തുടർന്നുള്ള നിമിഷങ്ങളിലും കർത്താവെ ഞങ്ങൾ ഏകാഗ്ര ഹൃദയത്തോടെ അതീവ ശ്രദ്ധയോടെ ജാഗ്രതയോടെ തിരുവെഴുത്തുകളെ കേട്ട് ഗ്രഹിച്ച് ജീവിതത്തിൽ അത് ഞങ്ങൾ ക്രമപ്പെടുത്തുവാൻ തക്കമുള്ളതായ മുഖാന്തരങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സ്നേഹം, കരുണ, കാരുണ്യം എല്ലാറ്റിനും എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കും. സകലതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. അപ്രകാരം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് വിസിറ്ററായിട്ട് കടന്നു വന്നിരിക്കുന്നതായ പ്രിയ മാഡത്തിനെ പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രദർ അനിലിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് സഹോദരി സൂസൻ അദീന നമ്മോടൊപ്പം ഉള്ളത് വളരെ സന്തോഷമാണ്. ഞങ്ങൾ സിസ്റ്റർ അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയും. അതിനായിട്ട് ഞാനിപ്പോൾ അവരെ ക്ഷണിക്കുകയാണ്. We would like to you to explain about you little bit. Can you come forward?
So, happy Sabbath. Yeah, I must say that I'm very happy to be here today. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷവതിയാണ്. Yeah, this is like now going to a month since when I came across the Seventh Day Adventist Church here in Kerala. It's almost a month now. It has taken a month now since I discovered the Seventh Day Adventist Church in Ukode. I started from Ukode. പൂക്കോട് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ കണ്ടുപിടിച്ചിട്ട് ഇന്ന് ഒരു മാസമാകുന്നു. ആ ഒരു മാസത്തിലുള്ള എൻ്റെ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ സന്ദർശനമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. Yeah, so I'm from Kenya. My name is Susan Adina from Kenya, Africa. And I'm here in India because I have come for some study. I got a scholarship by Kantari School of the Blind, and that's where I am studying how to be able to help, let me say, to run a successful organization in the village. Yes. ഓക്കെ, എൻ്റെ പേര് സൂസൻ അഡീന എന്നാണ്. ഞാൻ ആഫ്രിക്കയിൽ കെന്യയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ എനിക്ക് ഇന്ത്യയിലോട്ട് വരുവാനുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടിയതിനനുബന്ധിച്ച് ഞാനിവിടെ കാന്താരി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഊക്കോട് എന്ന സ്ഥലത്തിൽ അന്ധരായ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നു. Yeah, so when you look at me, you see my age. I'm around 57 years old, but I have not stopped going to school. I saw an opportunity. I've already retired. I took early retirement in my country, but I saw an opportunity and I said, why not? Because I'm a teacher by training. So that's how I'm here again, just studying something totally different and not feeling like I'm too old. So for the young people, education never ends until when the end ends. എൻ്റെ പ്രായം 57 വയസ്സായെങ്കിലും പഠിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല. ഇനിയും പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. അത് ജീവിതകാലം മുഴുവനും നമുക്ക് പഠിക്കാനുള്ള സമയം. Yeah, so just to summarize, because it is the time for God, I just want to say that I am a Pentecostal. I am married to an SDA. We could not agree on this church. I felt like I don't understand the Seventh-day Adventist Church, so I continued going to the Pentecostal church. ഞാനൊരു പെന്തക്കോസ്ത് സഭാ വിശ്വാസിയാണ്. എൻ്റെ ഭർത്താവ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസിയാണ്. പക്ഷേ ഞങ്ങൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരുടെ മാർഗത്തിൽ ഒട്ടും വന്നിട്ടില്ല, അത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ കണ്ടുപിടിച്ചു. Yeah, but today I stand here because of Pastor Neil. The wife is always there, and Pastor Ashwin. Because when I came to Ukode, and Pastor Ashwin started telling me some things about you must know the truth, you need to know the truth. And then I'm like, which truth? And then he said, now I'm going to call Pastor Anil Kumar also to come. Then there was the other one who came, they must come and tell you the truth. So I've been attending classes with them. And I want to say that I feel so excited and so happy because there's something different that I have learned from their teaching so far just a few weeks, which I never learned in my country. So I'm so happy to be here and so grateful that God has connected me to this family. And I am looking forward to that baptism I was told in October so that I can be baptized in the Seventh-day Church and be able to spread the gospel with the truth that I now know. ഞാനിവിടെ ആയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അശ്വിൻ എന്ന് പറയുന്ന പാസ്റ്ററാണ്. അപ്പോൾ അശ്വിൻ്റെ സഭ ഞാൻ കണ്ടുപിടിച്ച് അവിടെ ചെന്നതിന് ശേഷം അശ്വിൻ ഇങ്ങനെ എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ സത്യം കൂടുതലായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് അനിൽ സഹോദരനെ വിളിക്കുകയും ഞങ്ങൾ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത്. പ്രത്യേകമായ കാര്യങ്ങൾ സത്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിൽ സ്നാനം ഏൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Amen. So finally, I just want to encourage you, brethren. You are lucky as Seventh-day Church, Seventh-day Adventist Church. You are lucky because the word is taught in truth. In the Pentecostal where I come from, there is no truth. Everybody teaches what can suit them, mainly so that many people can come and bring offerings. But you people are lucky that God has given you an opportunity
to be able to be taught the word. Hold on to that word. Do not take it for granted, so that together we may meet in heaven when our time comes. Hallelujah. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ഭാഗ്യം പ്രാപിച്ചവരാണ്. കാരണം ഞാനൊരു പെന്തക്കോസ്ത് സഭയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പെന്തക്കോസ്ത് സഭയിൽ സത്യമില്ല. അവിടെ വരുന്നല്ല മനുഷ്യനെ നോക്കി കാണിക്ക കൊടുക്കാനും ഒക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ അല്ല. നിങ്ങൾക്ക് ദൈവം വിലയേറിയ സത്യം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ സത്യത്തിൽ നമ്മൾ ജീവിച്ച് നിത്യതയോളം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയതായ ഒരു വിശുദ്ധ ശബ്ദത്തിന്റെ പകൽക്കാലം നല്ലൊരു സാക്ഷ്യം ചുരുക്കമായിട്ടാണെങ്കിലും നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. പ്രിയ കർത്തൃദാസി പറഞ്ഞതുപോലെ ശബദ സത്യം കൂടുതലായി മനസ്സിലാക്കുവാനും അറിയുവാനും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മുടെ തിരുവനന്തപുരം സർക്കിളിലുള്ളതായ ഊക്കോട് എന്നുള്ള സഭ കണ്ടുപിടിക്കുകയും ആ സഭയുടെ സഭാ ശുശ്രൂഷനായിരിക്കുന്ന ബ്രദർ അശ്വിനെ സഭയിൽ ഊട്ടി ഉറപ്പിച്ചതിൽ എനിക്കൊരു പ്രധാന പങ്കുണ്ട്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സഭയുടെ മൂപ്പനായി അവരോധിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ബ്രദർ അശ്വിൻ. അദ്ദേഹം കാട്ടാക്കട വെസ്റ്റ് സഭയുടെ വിശ്വാസിയായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ സ്നാന ക്ലാസ് കൊടുത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്നാനപ്പെടുന്നതിന് വേണ്ടിയിട്ട് തന്നെ അന്നു മുതലേ തന്നെ ദൈവ വിശ്വാസത്തിലായിരിക്കുകയാണ്. അശ്വിൻ്റെ മറ്റുള്ളവരെല്ലാവരും സാൽവേഷൻ ആർമി ബാക്ക്ഗ്രൗണ്ടിലാണ് നിന്നിട്ട് പോലും ആ പൈതൽ എന്ത് ചെയ്തു, അന്നു മുതലേ അഡ്വന്റിസ്റ്റ് വിശ്വാസ പ്രമാണം അനുസരിച്ച് തന്നെ നിൽക്കുവാൻ താല്പര്യപ്പെടുകയും ഇപ്പം തൻ്റെ പഠനത്തോടൊപ്പം തന്നെ ഊക്കോട് സഭയുടെ ചാർജ് തിരുവനന്തപുരം സർക്കിളിൽ എടുക്കുകയും ചെയ്തു. പ്രിയദാസിയെ പോലുള്ള അവരെ കൂടുതൽ പരിചയപ്പെടുകയും ശബദസത്യം അറിയിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തി. അത് അവർ തന്നെ ഇവിടെ ഈ ആലയത്തിൽ തന്നെ വന്നൊരു സാക്ഷ്യം പറയാൻ ഒരിക്കൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അവർ പോകുന്നതിന് മുമ്പ് അഡ്വന്റിസ്റ്റ് വിശ്വാസ പ്രമാണം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സഭയിൽ അവർ സ്നാനപ്പെടുവാനുള്ളതായ തീരുമാനമെടുത്തതിൽ ഞാൻ അവരെ ദൈവനാമത്തിൽ അവരെ ഞാൻ തീർച്ചയായിട്ടും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ഞാനൊരു ചൈൽഡ് ഡെഡിക്കേഷൻ ശിശു പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി തുടർന്ന് വീണ്ടും കാട്ടാക്കട സർക്കിളിൻ്റെതായ വിമൻസ് മിനിസ്ട്രി കമ്മിറ്റി ഉണ്ട്. വിമൻസ് മിനിസ്ട്രി ഡയറക്ടർ ഇപ്പോൾ കാട്ടാക്കട സർക്കിൾ തന്നെ ഓൾറെഡി ഉണ്ട്. അവർക്ക് 2:30 അവിടെ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിനുശേഷം തന്നെ കാട്ടാക്കട സർക്കിൾ കമ്മിറ്റി കഴിഞ്ഞിട്ട് വേണം വീണ്ടും എനിക്ക് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി നമുക്ക് കാര്യാദികളെ ക്രമീകരിക്കേണ്ടതുണ്ട്. മറ്റ് 1-2 അറിയിപ്പുകൾ അറിയിക്കാനുള്ളത്, ഇവിടെ വരുന്ന മാസം 5-ാം തീയതി ശബദ ദിവസത്തിൽ ഒരു 3 സ്നാനം ഉണ്ടാകും എന്നുള്ളതായ പ്രതീക്ഷയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്നാനാർത്ഥികൾക്ക്. അവരത് വിശ്വസിച്ച് പഠനം പൂർത്തീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആ 3 പേർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ആ 3 സ്നാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. അതിലൊന്ന് നമ്മുടെ ഡോക്ടർ ജയപ്രസാദ്, അദ്ദേഹം. പിന്നീടുള്ളത് നമ്മുടെ പോൾട്ടനും അതുപോലെ സിസ്റ്റർ ഡോളി. തീർച്ചയായിട്ടും ഇവർക്ക് 3 പേർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇവർ സ്നാനപ്പെടുന്നു എന്നുള്ളതായ ഒരു സന്തോഷ വാർത്ത കേട്ട മാത്രയിൽ തന്നെ നമ്മുടെ ജോൺ കുട്ടി അങ്കിൾ എന്ത് ചെയ്തു, അവരെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതായ ഒരു അറിയിപ്പ് എനിക്ക് ലഭ്യമാകുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരിക്കണം. അത് തൽക്കാലം അത് ലഭ്യമാകുന്നതായ സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അത് അവരെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ സ്നാനപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നാനാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ചന്ത ഉചിതമായ രീതിയിൽ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ ഈ കാര്യങ്ങളിലെ ക്രമപ്പെടുത്തുന്ന കാലാവസ്ഥ സാഹചര്യങ്ങൾ ഒരുക്കണം. ഈ നടത്തപ്പെടുന്നതായ സ്നാന ശുശ്രൂഷയ്ക്ക് മുൻപോയിട്ട് തന്നെ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഈ ആലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇന്നത്തെ വിഷയവും നമ്മുടെ വിഷയവും ഇത് തന്നെയാണ്. ഉപവാസത്തിൻ്റെ ആവശ്യം എന്നുള്ളതായ ഒരു വിഷയത്തിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. 3-4 തീയതികളിൽ ഈ ആലയത്തിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ആലയവുമായി ബന്ധപ്പെട്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റും. രോഗികളായോ ബലഹീനരായോ മറ്റേതെങ്കിലും വിഷയങ്ങളിലൊക്കെ
ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും അന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് പ്രാർത്ഥന വിഷയമായിട്ട് വയ്ക്കാം. മറ്റു സഭകളിലുള്ളവരും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവരും വരികയാണെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമുക്ക് ആ പ്രാർത്ഥന ഏറ്റവും വിജയകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ മറ്റു പള്ളികളിലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവരും എന്ത് ചെയ്യും, ഇത്യാദി അന്നത്തെ ദിവസം ഈ പറഞ്ഞതായ ദിവസങ്ങളിലൂടെ പങ്കെടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, ഈ വരുന്ന 30-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചർച്ചിലുള്ളതായ കുഞ്ഞുങ്ങളുടെ മത്സര ഇനങ്ങളെല്ലാം പരിശീലിപ്പിച്ചതിന് ശേഷം അവരെ സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് കുട്ടികളുടെ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യുക, അത് സെർച്ച് ചെയ്യുക, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, അതിനായിട്ട് തയ്യാറെടുക്കുക. കുഞ്ഞുങ്ങളെ പ്രായത്തിനനുസരിച്ച് അവർ ഏതൊക്കെ ഇതിലാണ് പങ്കെടുക്കുന്നുള്ളതല്ല. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യം എന്തിന് നമ്മൾ ഉപവസിക്കണം, എന്തുകൊണ്ട് നമ്മൾ ഉപവസിക്കണം, ഉപവാസ പ്രാർത്ഥനയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് നമുക്ക് വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യം എടുത്തവർക്ക് വേഗം വായിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഫാസ്റ്റിംഗ് പ്രയർ, അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ എടുത്തവർക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ 16-ാമത് വാക്യം പറയുന്നു, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ, മണവാളൻ മണമറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. പ്രിയരെ, ഉപവാസത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ഇവിടെ ഇതാ ഇങ്ങനെ നമ്മളോട് പറയുകയാണെങ്കിൽ സർവശക്തനായ ദൈവം ഇവിടെ അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഉപ എന്നാൽ എന്താണ്? കൂടെ, വാസം, വസിക്കുക. ആരുടെ കൂടെ വസിക്കുന്നതാണ് ഉപവാസം? ദൈവത്തോടു കൂടെ വസിക്കുന്നതാകണം യഥാർത്ഥ ഉപവാസം എന്ന് സത്യവേദ പുസ്തകം നമ്മെ അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. 146 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഉപവാസം എന്നുള്ളതായ വാക്കിനെ എന്ത് ചെയ്യുന്നു? ഉച്ചരിച്ചിരിക്കുന്നു. ഉപവാസത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് 146 പ്രാവശ്യം സത്യവേദ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നാം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യത്തിൽ അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നു, 4:2 മത്തായി എഴുതിയ സുവിശേഷം 4:2 അത് തന്നെ വായിക്കാം. അവർ 40 രാവും അതെ, ഇവിടെ പറയുന്നു 40 രാവും 40 പകലും ഉപവസിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു എന്ന് പറയുന്നു. പ്രിയരെ, ഇന്ന് പലതരത്തിലുള്ള ഉപവാസം നാം കാണാറുണ്ട്, അല്ലേ? ചിലർ എന്ത് ചെയ്യുന്നു? ഒരു നേരത്തെ ഭക്ഷണം മാത്രം മാറ്റി വെച്ചിട്ട് ഉപവസിക്കുന്നു. മറ്റു ചിലർ ഒരു ദിവസം തന്നെ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായ ഒരവസ്ഥ. ചിലർ ജലപാനം പോലും കഴിക്കാതെ ഉപവസിക്കുന്നതായ ഒരവസ്ഥ. ഇങ്ങനെ പലതരത്തിൽ അവരവരുടെ ആരോഗ്യ രീതി അനുസരിച്ച് എന്ത് ചെയ്യുന്നു? പലതരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു? അവർ ഉപവസിക്കുന്നു. ചില ആൾക്കാർ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഞാൻ ഇത്ര ശബത് വരെ, ഇന്ന മാസം മുതലുള്ളതായി ഇത്ര ശബത് വരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ വിശുദ്ധ ശബദ ആരാധന കൂടിക്കൊള്ളാം എന്ന് വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലര് ഞാൻ 25 ശബത് ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു? ഉപവാസ പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ചിലര് ഉപവസിക്കാറുണ്ട്. അതൊക്കെ അവരുടെ തീരുമാനം അനുസരിച്ചായിരിക്കണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തീരുമാനമെടുത്ത് അത് അപ്രകാരം അവർ നടപ്പിലാക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? അനുഗ്രഹമായിട്ട് മാറണം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മാതൃക നാം സ്വീകരിച്ചുകൊണ്ട് അവന്റെ പാതയിലൂടെ തന്നെ നാം സഞ്ചരിക്കേണ്ടതുണ്ട്. ക്രിസ്തു ഉപവസിച്ചുവെങ്കിൽ നാമും അപ്രകാരം ഉപവാസ പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. യേശു ക്രിസ്തു അത് കാണിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ ആദിമസഭയുടെ പതിവും അത് തന്നെ ആയിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യത്തിൽ അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം അവിടെ പറയുന്നു, അവർ സഭകൾ തോറും അവർ മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും
പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിനെ എന്ത് ചെയ്തു? കർത്താവിങ്കൽ ഭരമേൽപ്പിച്ചു പോകുന്നു. തങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങൾക്ക് വേണ്ടുന്നത് എന്താണോ അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് കർത്താവിങ്കൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പോരുന്നതായ ഒരു പതിവ് ആദിമ സഭയ്ക്കുണ്ടായിരുന്നു, ആദ്യകാല സഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാമും അതെന്ത് ചെയ്യണം? തീർച്ചയായും അനുകരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്ന് സത്യവേദ പുസ്തകം ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നതായ ജനം തീർച്ചയായിട്ടും ഉപവാസ പ്രാർത്ഥനയിലും നാം എന്ത് ചെയ്യണം? അത് മാനിക്കുകയും അത് തന്നെ നാം ആ വഴി തന്നെ നമ്മൾ സ്വീകരിക്കുകയും വേണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 36-37 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് നോക്കാം. എടുത്തവർക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 37-ാമത് വാക്യത്തിൽ ഉപവാസത്തെ കുറിച്ച് എന്താണ് നമ്മോട് സത്യവേദ പുസ്തകം ഉണർത്തിക്കുന്നത് നോക്കാം. ലൂക്കോസ് 2-ന്റെ 36, 37. ആ ആ ആ ഇവിടെ ഇതാ വിധവയായിരിക്കുന്നതായ ഒരു വയസ്സ് ചെന്നതായ ഒരു സ്ത്രീ ദൈവത്തിന്റെ ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധിച്ചു പോകുന്നു. രാവും പകലും ഇതാ ഉപവസിക്കുന്നതായ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഒരു വിധവയായിരിക്കുന്ന സ്ത്രീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത്രയേറെ പ്രായം ചെന്നിട്ടും അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധിച്ചു പോകുന്നു. വീണ്ടും അതിന്റെ ബാക്കി വായിക്കാം. ആ നാഴികയിൽ 37 അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. അപ്പൊ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിനോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നതായ ഒരു അനുഭവമായിരിക്കണം ഉപവാസം. അങ്ങനെയെങ്കിൽ ആ ഒരു ഉപവാസം ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നതായ ആ ഒരു പ്രക്രിയ നമുക്കും ബാധകമാണ്, അല്ലേ? ആ ഒരു അനുഗ്രഹം ഏറ്റവും വലിയേറിയതും വിലയേറിയതും വലുതുമാകുന്നു എന്നിവിടെ പറയുകയാണ്. വീണ്ടും അതിന്റെ ബാക്കി വായിക്കാം. ഇവിടെ അതാണ് മനസ്സിലാക്കി തരുന്നത്. എന്താണ്? ഈ അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ച് പകലും രാത്രിയും അതുപോലെ ആരാധിച്ചു പോകുന്നു. ഇവിടെ ഈ പറഞ്ഞതായ വ്യക്തി എന്ന് പറയുന്നത് അശോർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്ന പ്രവാചികയാണ്. തന്റെ ഭർത്താവിനോടൊപ്പം 70 വയസ്സ് വരെ ഒരുമിച്ച് ജീവിച്ച് പിന്നത്തതിൽ വിധവയാകുകയും 14 വർഷം ജീവിച്ചിരുന്നതായ ഹന്ന ഉപവസിച്ചതിനാൽ ദൈവത്തിന്റെ അടുത്ത് നിന്നുള്ളതായി ആരാധിച്ചു പോരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കിയത്. നമുക്ക് പ്രവാചകന്മാരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത് വാക്യം പറയുന്നു. എന്താണ്? അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്ത് വെണ്ണിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിനും ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. അപ്പോൾ വളരെ പ്രധാനമായിട്ടൊന്ന് മനസ്സിലാക്കുന്നു, ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുന്നതായിരിക്കണം നമ്മുടെ ഉപവാസ പ്രാർത്ഥന. ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുന്ന, മുഖം മറയ്ക്കുന്നവരായിട്ടല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ സകല കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നിരപ്പിൻ്റെതായ അനുഭവത്തിൽ ദൈവമുഖം അന്വേഷിക്കുന്നവരായി ദൈവത്തിന് ദൈവത്തിന് നേരെ നാം പിന്തിരിഞ്ഞല്ല, മുഖാമുഖം നാം ഇടപെട്ടുകൊണ്ട് നിൽക്കുന്നതായ ഒരു ആരാധനാ രീതിയാണ് ഉപവാസ പ്രാർത്ഥന എന്നിവിടെ മനസ്സിലാക്കി തരുന്നു. ഇവിടെ പറയുന്നു ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീറിരുന്ന്. എന്താണ് ഈ രട്ട്? എന്താണ് വെണ്ണീർ? വെണ്ണീർ എന്ന് പറയുമ്പോൾ എന്താണ്? ചാമ്പൽ അല്ലേ? രട്ടെന്ന് പറയുമ്പോൾ കട്ടി കൂടിയതായ പരുക്കനായ വസ്ത്രം, ചാക്ക് പോലുള്ളതായ വസ്ത്രം. ദേഹമാസകലം മുറിവ് ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ രട്ടുടുത്തും കൊണ്ട് വെണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു രീതി പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച്, ദേഹമാസകലം മുറിവ് വരുത്തിയിട്ട് ചാമ്പലി കയറി ഇരുന്നായിരിക്കും എന്തായിരിക്കും അവസ്ഥ? അപ്പോ അങ്ങനെ പ്രാർത്ഥിക്കുന്നതായ, അപ്പോ ഇതിനിടയ്ക്ക് എന്താ ദൈവം പ്രീതിപ്പെടും എന്നുള്ളത് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ളതായ ഒരു പ്രാർത്ഥന രീതി. ഇവിടെ ഇതാ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് തന്നെ പറയുന്നത്, രട്ടുടുത്ത് വെണ്ണിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടി അപേക്ഷിച്ചു. അപ്പോൾ
ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും നമ്മൾ പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം, അത് യാചനയോടുകൂടിയായിരിക്കണം അപേക്ഷിക്കേണ്ടത് എന്ന് പറയുന്നു. അത് കർത്താവിലേക്ക് മുഖം നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. വീണ്ടും അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് നോക്കാം, 13-ാം അധ്യായത്തിന്റെ 2-ാമത് വാക്യം. അവിടെ പറയുന്നു എന്താണ്? അടുത്തവർക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയിൽ 13:2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയോടും കൂടിയാണ് സുവിശേഷ വയൽപ്രദേശ വേലകളിൽ ജോലി ചെയ്യുന്നവരെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ അന്ന് അയക്കപ്പെട്ടിരുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ആദിമകാല സഭയോടുള്ളതായ മാതൃകയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിന്റെ പ്രാധാന്യം എന്താണ് പറയുന്നത്? ഉപവാസവും പ്രാർത്ഥനയും തന്നെ എന്ന് അവിടെ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ച് വേർതിരിച്ച് അതേ ആത്മാവ് ആരെ വേർതിരിക്കുന്നു? അവരെ എന്ത് ചെയ്യുന്നു? സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, 2 ദിനവൃത്താന്തം അതിന്റെ 20-ാമത്തെ അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് നോക്കാം. ദൈവത്തിങ്കിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് വേണ്ടി നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ദൈവത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. വായിക്കാം. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അപ്രകാരം ഇന്നും നാം എന്ത് ചെയ്യുന്നു? നടക്കുവാൻ പോകുന്നതായ 3-4 തീയതികളിൽ ഈ ആലയത്തിൽ വെച്ച് നടത്താൻ പോകുന്ന ഉപവാസത്തെ ഇപ്പോഴേ പ്രസിദ്ധപ്പെടുത്തുകയാണ്. തുടർന്ന് ദിവസം നടത്തപ്പെടുന്നതായ സ്നാന ശുശ്രൂഷ, മറ്റു കാര്യങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപവാസം ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. രോഗികളായി, ബലഹീനരായി, അതുപോലെ മറ്റ് പല ആവശ്യങ്ങളായി കടന്നു വരുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് എന്ത് ചെയ്യാം? ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. അത് ഞാൻ ഇവിടെ പ്രസിദ്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ ഇതാ ഉപവാസം പ്രസിദ്ധം ചെയ്തു. ബാക്കി എന്താണ് വായിക്കാം? യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. ദൈവത്തോട് സഹായം ചോദിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സഭയായി ഒന്നിച്ചുകൂടണം. സഭയായി ഒന്നിച്ചുകൂടി ഇവിടെ എന്ത് ചെയ്തു? യഹൂദ്യർ ഒരുമിച്ച് കൂടി ഇവിടെ എന്ത് ചെയ്തു? ദൈവത്തോട് സഹായം ചോദിക്കുകയാണ്. വീണ്ടും സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. എവിടെയായിരുന്നാലും ശരി, ഈ പ്രസിദ്ധപ്പെടുത്തിയതായ ദിവസം, ആ സമയം കൃത്യമായി ദൈവത്തിന്റെ ആലയത്തിൽ പലയിടങ്ങളിലായിരുന്ന നാം എന്ത് ചെയ്യണം? ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ പ്രശ്നം, കാരണം എന്താണ് ഇവിടെ പറഞ്ഞത്? ദൈവത്തിന്റെ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവമേ, എന്റെ തലമുറകൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിന് കർത്താവ് ഒരു നീക്കുപോക്ക് നീ ഉണ്ടാക്കി തരണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ ഉപവസിച്ച് നോക്ക്. തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം അത് അത്ഭുതം ചെയ്യും. ഈ അടുത്ത സമയത്ത് നമ്മൾ ഒരു ഭവനത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുകയുണ്ടായി. വളരെ വിഷമതയേറിയതായ വിഷയത്തിലായിരുന്നു ആ ഭവനത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ആയിരുന്നത്. എന്നാലോ അവിടെ ഉപവാസ പ്രാർത്ഥന തീർന്ന നിമിഷം അവർ ഏത് ആവശ്യത്തിന് മേലായിരുന്നു ആയിരുന്നത്, അവിടുന്ന് ഫോൺ കോൾ എത്തി. എന്താണ്? പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു എന്ന് പറയും. പ്രാർത്ഥിച്ച് തീർന്നിട്ട് പാസ്റ്റർമാർ എഴുന്നേറ്റതും ഫോൺ കോൾ വന്നു. അതിലെന്ത് ചെയ്ത്? പൂർത്തീകരണം കണ്ടുവന്നു. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അനുഭവസ്ഥർ ഈ ആലയത്തിൽ തന്നെ ഉണ്ട് അനേകര്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ അത് എന്ത് തന്നെ ആയിരുന്നാലും, ഈ ഭൂമിക്ക് മുകളിലുള്ളതും ആകാശത്തിന് കീഴിലുള്ളതായ ഏതൊരു സബ്ജക്റ്റ്, ഏതൊരു വിഷയമായിരുന്നാലും ശരി, അതെല്ലാം സർവശക്തനായ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? തീർപ്പിച്ചു തരും. പക്ഷേ ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും വാക്കുകളും അനുസരിക്കാനുള്ളതായ മനസ്സൊരുക്കവും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഇതാ ദൈവ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇത് യഹൂദ്യർ ഒരുമിച്ച് കൂടിയതുപോലെ വിശുദ്ധ ശബദം ആചരിക്കുന്നതായ നമുക്കും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വീണ്ടും മറ്റൊരു ഉപവാസത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. യോനായുടെ പുസ്തകം, യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 3:10. ഇവിടെ ഇതാ ഒരു ഭയങ്കര ഒരു നാശകരമായ ഒരു അവസ്ഥ മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട്
ഉപവസിക്കുകയാണ് ചിലര്. നോക്കാം അവിടെ എന്താണ് പറയുന്നത്. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. ഹല്ലേലൂയ. ഇവിടെ വളരെ ശ്രദ്ധിക്കണേ, പദത്തിന്റെ അർത്ഥം നോക്കിയേ. പാപപങ്കിലമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി ആര് അനുതപിക്കുന്നു? ദൈവം അനുതപിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ ഈ യോനയുടെ പ്രവചനം നമുക്കറിയാം. സംഭവ കഥയെല്ലാം എല്ലാവർക്കും അറിയാം അല്ലേ? ഇവിടെ അവർ ആദ്യം എന്താണ് ചെയ്തത്? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു. അപ്പൊ ദൈവത്തിന് ഹിതമല്ലാത്ത, ജീവനുള്ള ദൈവത്തിന് അറപ്പാകുന്നതായ കാര്യാദികളിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിപൂർണമായി പിന്മാറണം. അങ്ങനെ പിന്മാറി നിന്ന് ദൈവം കാണുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവമാണ് അതിന് മാർക്കിടുന്നത്, വേറെ ആരുമല്ല. അടുത്തിരിക്കുന്ന മൂപ്പനോ അടുത്തിരിക്കുന്ന മറ്റു കൂട്ടുവിശ്വാസിയോ അല്ല ഇന്ന വ്യക്തിയെക്കുറിച്ച് വിലയിരുത്തുന്നത്. ആരാണ് വിലയിരുത്തുന്നത്? ജീവനുള്ള ദൈവം അത് വിലയിരുത്തുന്നു. എങ്കിൽ ഇവിടെ പറയുന്നു അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ ഞാൻ അവർക്ക് വരുത്തും. നേരത്തെ ഇവരുടെ പ്രവൃത്തികൾ എന്ത് ചെയ്തു? ദുഷ്കരമായിരുന്നത് കൊണ്ട് ഞാൻ അവർക്ക് വരുത്തുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നതായ ആ അനർത്ഥം എന്ത് ചെയ്യുന്നു? ആ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ്, നമുക്ക് ഉണ്ടായേക്കാവുന്നതായ അനർത്ഥം, നമ്മുടെ അനുസരണക്കേട് മുഖാന്തരം നമ്മുടെ കുടുംബത്തിൽ, ഭവനത്തിൽ, നാം ആയിരിക്കുന്ന ഉദ്യോഗ മണ്ഡലങ്ങളിൽ, മറ്റേത് പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ ഇതൊക്കെ മാറണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സകല ദുർമാർഗങ്ങളും വിട്ട് അനുതപിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്നിവിടെ ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ എന്ത് ചെയ്തു? സർവശക്തനായ ദൈവത്തിൽ നിന്ന് ഇവിടെ ഇതാ ഒരു അനുതാപത്തിൻ്റെതായ ഭാഗം അവരിൽ ഉണ്ടാകുകയും ചെയ്തു. അത് അവർക്ക് വരുത്തിയതും ഇല്ല എന്നെന്ത് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഞാൻ വളരെ വേഗത്തിൽ പോയത് ദൈവം കൽപ്പിച്ചിരിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്നുള്ളത് മനസ്സിലാക്കി. രണ്ടാമത്, യേശുക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. നമുക്കറിയാം മോശ ഉപവസിച്ചിരുന്നു. എത്ര ദിവസം ഉപവസിച്ചു? മോശയും 40 ദിവസം എന്ത് ചെയ്തു? ഉപവസിച്ചു. ദൈവത്തോടൊപ്പമായിരുന്നു. ഉപവാസ പ്രാർത്ഥന, ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നതായ ഒരു വ്യക്തി തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ അവന്റെ മോശയുടെ മുഖം എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരുന്ന ഒരു വ്യക്തി വളരെയേറെ പ്രസന്നമായിരുന്നു. കാരണം മോശയുടെ മുഖം കാണുമ്പോൾ തന്നെ ആർക്ക് പേടിയായി പോണു? ജനത്തിന് പേടിയായിപ്പോയി. മുമ്പൊരിക്കൽ പറഞ്ഞെന്താണ്? മോശെ, ദൈവം സംസാരിക്കണ്ട, ഞങ്ങൾക്ക് പേടിയാവുന്നു. ദൈവം ഇടിമുഴുക്കം പോലെ സംസാരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഞങ്ങൾക്ക് പ്രതിനിധിയായി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. ഇവിടെ ഇതാ ദൈവത്തോടു കൂടി 40 ദിവസം ഉപവസിച്ചിട്ട് വന്നതായ മോശയെ കണ്ടുകൊണ്ട്, മോശയുടെ സാന്നിധ്യം കണ്ടുകൊണ്ട് ഇവിടെ ജനം പേടിക്കുന്നു. അത്രയേറെ പ്രസന്നതയാണ്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞെരുങ്ങി നിൽക്കുകയും ചെയ്യുന്നതായ ഏതൊരു വ്യക്തി ഉണ്ടോ ആ വ്യക്തികളിൽ ഈ പറഞ്ഞതായ പ്രസാദം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? യേശുക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റുന്നതിന് വേണ്ടി നമ്മൾ ഉപവസിക്കണം. മാത്രമല്ല ആദ്യകാല സഭയുടെ പതിവ് ഇതായിരുന്നു. മാത്രമല്ല വീണ്ടും നമ്മൾ മനസ്സിലാക്കിയത് ദൈവത്തിന്റെ ആരാധനയുടെ ഭാഗം തന്നെ ഉപവാസ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അനേകം പ്രവാചകന്മാർ ഉപവസിച്ചു. ദാനിയേൽ പ്രവാചകന്റെ ഉപവാസത്തെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കി. പരിശുദ്ധാത്മാ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ഉപവസിക്കണം. നാം അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ദൈവത്തിൽ നിന്നുള്ളതായ സഹായം, ഏത് വിഷയത്തിന്മേലായിരുന്നാലും ശരി, ദൈവത്തിൽ നിന്നുള്ളതായ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്ന് സത്യവേദ പുസ്തകം അടിവരയിട്ടൂടെ പറയുന്നു. ഇവിടെ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, കുടുംബത്തിനും ഭവനത്തിനും നമ്മളായിരിക്കുന്നതായ മേഖലകൾക്ക് ഏത് തന്നെ വിഷയമായിരുന്നാലും ശരി, നാശം ഒഴിഞ്ഞു പോകുന്നതിന് നീ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്ന് ദൈവം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ നിനക്ക് വരുത്തുമെന്ന് പറഞ്ഞതായ വിനയെ ഓർത്തുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി അനുതപിക്കുന്നു. ദൈവം അനുതപിക്കുന്നതായ ഒരു അവസ്ഥയിലേക്ക് നാം
എത്തണമെങ്കിൽ അത്രത്തോളം നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അത് സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പിന്നീട് നമ്മൾ ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ അറിയിക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവം ഈ ഒരു രീതിയിൽ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഹേമിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വിഷയം എടുത്തത്. കാരണം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ അസ്വാരസ്യങ്ങളും മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരം ഏക ഉത്തരം ക്രിസ്തു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി, ഈ വ്യാധി, ഈ കഷ്ടത, ഈ രോഗം, ഈ പ്രയാസം, ഈ ബാധ്യത ഇതെല്ലാം മാറിപ്പോകണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിരപ്പ് പ്രാപിച്ച് ഏറ്റവും താണിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഉപവാസ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങൾ, ഭവനങ്ങൾ, ആരാധനാലയങ്ങൾ ഒക്കെ തന്നെ മുരടിച്ചു പോകുന്നതായ ഒരവസ്ഥയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ പലയിടവും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടതായ ദിവസത്തിൽ നടത്തപ്പെടുന്നതായ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും പങ്കുചേർന്നുകൊണ്ട് തുടർന്ന് ദിവസം നടത്തുന്നതായ സ്നാന ശുശ്രൂഷ, അതിൽ പങ്കെടുക്കുന്നതായ സ്നാനാർത്ഥികൾ, അതുപോലെ തന്നെ സ്നാനപ്പെടുത്തുന്നതായ കർത്തൃദാസന്മാർ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിലുള്ള ഒരു കാലാവസ്ഥ നമുക്ക് ലഭ്യമാകുവാൻ, അന്നത്തെ ദിവസം നല്ലൊരു ആരാധന ഈ ആലയത്തിൽ നടത്തപ്പെടുവാൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കുടുംബപരമായ പ്രാർത്ഥനകളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഒക്കെ തന്നെ അതെന്ത് ചെയ്യുക? ഭവന പ്രാർത്ഥനകളിലൊക്കെ അത് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അതിനായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരുവഴുത്തുകളിൽ ഇരുന്നുള്ള ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. നാം മാറ്റപ്പെടുമാറാകട്ടെ. ബഹുമാനമുള്ള പാസ്റ്റർ നമുക്ക് വലിയ ഒരു പ്രചോദനമാണ് തന്നിരിക്കുന്നത്. ഉപവാസവും പ്രാർത്ഥന, ഫാസ്റ്റിംഗ് പ്രയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ബിക്കോസ് യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. അത് സഹിക്കുന്നവൻ ആർ? ഇപ്പോഴെങ്കിലും ഞാനും നിങ്ങളും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവത്തിലേക്ക് തിരിവിൻ എന്ന് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടായി. വചനം ശ്രദ്ധിച്ച പാസ്റ്റർക്ക് നമ്മുടെ സഭയുടെ പേരിലും നമ്മുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മളും ഒരു ഉപവാസം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൽ എല്ലാ അംഗങ്ങളും ചേരേണ്ടതാകുന്നു. ചേർന്ന് വന്ന് നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെയും ദൈവത്തോട് അപേക്ഷിക്കേണ്ട സമയം കൂടെ ആകുന്നു. അതിന് 3, 4 തീയതികളിൽ നിശ്ചയിച്ചിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുവാൻ പാസ്റ്റർ ആഹ്വാനം ചെയ്തതുപോലെ ഞാനും സഭയ്ക്ക് വേണ്ടി പറയുകയാണ്. ദൈവം എന്നെ കാത്തു സന്തോഷിക്കട്ടെ. നമ്മുടെ ആരാധനയുടെ അവസാനമായിട്ട് നമുക്ക് ഏവർക്കും എണീറ്റ് നിൽക്കാം. എണീറ്റ് നിന്ന് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ സ്വീറ്റ് ഹോർ ഓഫ് പ്രയർ, അതായത് പ്രാർത്ഥനയിൽ നൽ നേരമേ ലോക ചിന്തകളെ അകറ്റി, ഇൻ ഇംഗ്ലീഷ് 51, സെയിം ബുക്ക്. പ്രാർത്ഥനയിൽ നൽ നേരമേ ലോക നിത്യം കാത്തിരിപ്പോ
കേൾപ്പിക്കുമെന്നാഗ്രഹം നീ തന്മുഖം തേടി വചനം തന്നിൽ മുറ്റും ആശ്രയിച്ചു നിന്നെ കാപ്പേ നൽകിയമേ പ്രാർത്ഥനയിൽ നൽനേരമേ ഇസ്ലാമേ പീഡിനി നോക്കി ഞാൻ പാലക്കും വരെ ശ്വാസ പങ്കിനി വിജടവസ്ത്രം വിട്ടു ഞാൻ നിത്യം വിരോധിനോയർന്നു വാനം കടക്കുമ്പോൾ ചൊല്ലും സലാം പ്രകാരം നിൽക്കുമ്പോൾ നമുക്ക് തലകൾ ഉണക്കി പ്രാർത്ഥിക്കാം. നിങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ വർഷത്തിൻ്റെ 34ാമത്തെ വിശുദ്ധ ശബദിൻ്റെ പ്രഭാതം കാണുവാനും പല ദേശത്തും പല ഭവനങ്ങളുമായിരുന്ന ഏഴുകൾക്ക് തിരുവാലയത്തിൽ പ്രവേശിപ്പാനും അങ്ങടിയങ്ങളോട് മനസ്സലിഞ്ഞതിനായി ഞങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അളവില്ലാത്ത സ്നേഹത്താൽ അടിയങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ രക്ഷയുടെ മാർഗം ഇപ്രകാരമാകുന്നു എന്നും അതിനുവേണ്ടി ഞങ്ങൾ ക്രൂസിൻ്റെ വഴി പഠിക്കണമെന്നും ക്രിസ്തുവിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകണമെന്നും ഒക്കെയും വിശുദ്ധ പൗലോസിലൂടെ ഞങ്ങൾ പഠിച്ചുവല്ലോ കർത്താവേ. ശേഷം അതിഭയങ്കരമായ ദിവസം കടന്നു വരുന്നു. അതിനായിട്ട് ഒരു ഉപവാസം നിശ്ചയിച്ച് സഭ ഒത്തൊരുമിച്ച് ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കുമാറാകണം എന്ന് ഇന്ന് വചനത്തിലൂടെ ഞങ്ങളെ അറിയിച്ചതിനായി നന്ദി അർപ്പിക്കുന്നു. വചനം ശ്രവിച്ച ഒരു വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും ഈ ശബ്ദപരിധിക്കുള്ളിലായിരുന്നു കൊണ്ട് ശ്രവിക്കുന്ന ഒவ்வொരു വ്യക്തി ജീവിതങ്ങളെയും അവിടെ നാളാം പ്രതി അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കഷ്ടനഷ്ട പ്രയാസ രോഗദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയാലും ഉപവാസത്താലും ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിച്ച് ആശീർവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ നിത്യതയോളം അങ്ങേ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കടന്നു വന്ന ഏവരെയും അടിയങ്ങളെയും ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒவ்வொരു വ്യക്തി ജീവിതങ്ങളെയും കുടുംബജീവിതങ്ങളെയും ഓർക്കുന്ന കർത്താവേ. ദൂരത്തും ചാരത്തുമായി ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും അവിടെയായി സുഖഭദ്രമായി കരുതുന്ന കൃപയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. രോഗ ദുഃഖ ദുരിതങ്ങളിലായി കഴിയുന്ന വ്യക്തിജീവിതങ്ങളെയും കുടുംബജീവിതങ്ങളെയും ഞങ്ങൾ ഈ സമയം സ്മരിക്കുന്നു. അവരെയൊക്കെയും അവിടുത്തെ ചിറകടിയിൻ കീഴിൽ വഹിച്ചുകൊണ്ടിരിക്കാൻ നന്ദി അർപ്പിക്കുന്ന കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകാലോർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും ബലവും അവിടുന്ന് പകർന്നു കൊടുക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്ന ശേഷം അങ്ങനെ ഭവനത്തിലായിരിക്കുന്നവരും കടന്നു വന്ന് ആരാധനയിൽ പങ്കുചേരുവാൻ അവിടുന്ന് അവസരം ഒരുക്കി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനുമുപരി ഇത് വചനം കേൾപ്പിച്ച കർത്തദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷയെ അവിടുന്ന് മാനിച്ചുകൊണ്ടിരിക്കാൻ നന്ദി അർപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതങ്ങളെയും മേലുമുള്ള ശുശ്രൂഷയെയും അവിടുന്ന് കാത്തു സംരക്ഷിച്ച് സൂക്ഷിക്കണം. ലോകത്തിൻ്റെ എമ്പാടും അങ്ങയുടെ വേലയുമായി വ്യാപൃതരായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളെയും ഓർക്കുന്നു കർത്താവേ. എല്ലാവരിലും അവിടുത്തെ ആത്മാവിനെ പകരണമേ. അതിനുപരി കർത്താവേ, ഞങ്ങളുടെ മധ്യേ വിദേശത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന സഹോദരി സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾ എന്ത് ദൗത്യത്തിനാണോ വന്നിരിക്കുന്നത് അത്
കർത്താവെ അത് സക്സസ് ആയി മടങ്ങി അവരുടെ നാട്ടിൽ കടന്നു പോകുവാൻ യഹോവ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തിലൂടെ ആ വിശുദ്ധ സ്നാനത്തിലൂടെ കർത്താവോട് ചേരുവാൻ പ്രിയ മകൾ ഇച്ഛിക്കുന്നു എന്ന് അറിയുന്ന കർത്താവെ, അതിനെന്തെങ്കിലും തടസ്സമാർഗങ്ങളുണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം. ഞാൻ മുന്നേ കർത്താവെ ദൂതഗണങ്ങളാൽ വഹിക്കണം. അവൾ വിട്ടേച്ചു വന്ന ഭവനം, ദേശനിവാസികൾ എല്ലാവരെയും അവിടുന്ന് കാത്തു സംരക്ഷിച്ച് സൂക്ഷിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചിലുപരി നന്മകളാൽ നിറയ്ക്കണം. എല്ലാം പുത്രൻ്റെ നാമത്തിൽ യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ഏവരെയും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ചതായ എല്ലാ വിഷയങ്ങളോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തോടും ഈ ആലയത്തോടും ദേശത്തോടും ദേശവാസികളോടും വരുന്ന മാസം 5-ാം തീയതി സ്നാനപ്പെടുവാൻ ഒരുക്കത്തോടുകൂടിയായിരിക്കുന്ന സ്നാനാർത്ഥികളോടും നടത്തപ്പെടുന്ന ശുശ്രൂഷകളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ മനസ്സലെ ഉടയ മഹോന്നത പരതി വന്ദനം അംഗീകാരേ. മനസ്സലെ ഉടയ മഹോന്നത പരതി വന്ദനം അംഗീകാരേ. ഹല്ലേലൂയ.